അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കാര്യം പറയട്ടെ, ഈ വീഡിയോ വീട്ടിൽ ആരും അനുകരിക്കുന്നത് അതീവ ഡേഞ്ചറസ് ആയിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോണ അടിപൊളിയായിട്ടൊരു പ്ലാസ്റ്റിക് കുപ്പിയിൽ പ്ലാസ്റ്റിക്കിന് ഒരു ബോംബാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ എക്സ്പെരിമെന്റിലേക്ക് ആദ്യം തന്നെ ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് കേട്ടോ. ഏകദേശം 30% ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പൊട്ടാസ്യം പെർമാനേറ്റ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് എന്താണ്. അപ്പം നമ്മൾ ഇത് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു 4 ബോട്ടിൽ കേട്ടോ, 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ നോക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളൊരു ബീക്കറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ എക്സ്പെരിമെന്റ് ചെറുതായിട്ടൊന്ന് ട്രയൽ അടിച്ച് നോക്കാൻ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഐസിനൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒരു ഇച്ചിരി എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൊട്ടാസ്യം പെർമാനേറ്റ് ചെയ്യാം, നൈസായിട്ടൊന്നും കണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാകാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് കാണാൻ പറ്റും നമ്മുടെ റിയാക്ഷൻ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ മേശയൊക്കെ പോയി ഫുൾ ചുവന്ന കളറായി. അപ്പം അടുത്തായിട്ട് നമ്മുടെ മെയിൻ എക്സ്പെരിമെന്റിലേക്ക് ആദ്യം തന്നെ ആവശ്യമുള്ള ഇതേപോലത്തെ ഒരു പേപ്പറിൻ്റെ കഷ്ണം കേട്ടോ, ന്യൂസ് പേപ്പറാണ് നമ്മൾ കീറിയെടുത്ത കേട്ടോ. നമ്മൾ ഈ പേപ്പർ നല്ല കാറ്റാട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പൊട്ടാസ്യം പെർമാനേറ്റ് നൈസിനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഈ പേപ്പറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഞാൻ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് കറക്റ്റ് ഇതിനങ്ങ് മടക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ നൂല് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് കറക്റ്റ് നമുക്കൊരു ലോക്കാക്കി എടുക്കാം കേട്ടോ ഇതിനെ. അങ്ങനെ ഏകദേശം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോലാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പൊട്ടാസ്യം പെർമാനേറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 2 ലിറ്ററിൻ്റെ ഈ ബോട്ടിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മെയിൻ എക്സ്പെരിമെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നൈസിനങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു നൂലിൻ്റെ നമ്മൾ കെട്ടിവെച്ച പൊട്ടാസ്യം പെർമാനേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഇങ്ങനെ ഇതിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഇങ്ങനെ വെച്ചതിന് ശേഷം ഏകദേശം കുറച്ചുകൂടി നമുക്ക് താത്തി വെക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ മൂടി വെച്ച് നമുക്ക് ഇതിന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് വരുന്ന റിയാക്ഷന് എവിടേക്കും പോവാൻ സ്ഥലമല്ല, ഈ കുപ്പിനുള്ളിൽ ഇത് ഫില്ലായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഇതൊരു ഒറ്റ കുലുക്ക്, അത്രേ ഉള്ളൂ പരിപാടി. തുടങ്ങിയാലോ? ഫോക്കസ് ആയിട്ടല്ലേ? അപ്പൊ കാശ് അതീവ ഡേഞ്ചറായിട്ട് വീർത്ത് വരുന്നുണ്ട്. അപ്പൊ കാശ് അതീവ ഡേഞ്ചറായിട്ട് വീർത്ത് വരുന്നുണ്ട്. അപ്പൊ കാശ് ഇവിടെ എന്താ സംഭവിച്ച, എങ്ങനെയാ സംഭവിച്ചുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്ത് ജാതി പൊട്ടലാ കാശ് ഈ സാധനം പൊട്ടിയത്. നിങ്ങൾക്ക് എത്രത്തോളം അത് ക്യാമറ പതിച്ചിട്ടുള്ള കാര്യം എനിക്കറിയില്ല. കുപ്പി കണ്ടില്ലേ, ഇങ്ങനെ കീറിപ്പോയിട്ടു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഇങ്ങനെ ആവുന്നു. എന്തായാലും അതീവ ഡേഞ്ചറായ എക്സ്പെരിമെന്റ് ആരും വീട്ടിൽ ചെയ്യാൻ നിൽക്കരുത് ഈ സാധനം. അതീവ ഡേഞ്ചർ, ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഇങ്ങനെ വരുന്നുള്ള കാര്യം കേട്ടോ. കണ്ടില്ലേ, പൊട്ടി പാളീസായി പോയിട്ടോ. കയ്യൊക്കെ പക്ഷെ ഞാൻ മാറാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടു. ഞാൻ പ്രതീക്ഷിച്ചില്ല അത് അങ്ങനെ പൊട്ടുന്നു. കാരണം നല്ല രീതിയിൽ തന്നെ അങ്ങനെ നല്ല വീർത്തിട്ട് നല്ല ടെൻഷൻ മൂവ്മെന്റ് ആയിരുന്നു കേട്ടോ സംഭവം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോയിട്ട് കമന്റ് ചെയ്തേക്കിട്ടോ. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.